കാരണം രേണുവിന്റെ ആ ഒരു വളർച്ച കണ്ടിട്ടേ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയിരിക്കുക. രേണുവിടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കുവാന്ന്. എന്താ ചെയ്യ, എന്നെ കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും. എന്തിനാണ് എനിക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. പ്രിയമുള്ള കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഇന്ന് രേണു സുധിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. രേണു സുധിയുടെ വീഡിയോ അല്ല, രേണു സുധിയെ കുറിച്ച് നിമിഷ ബൈജു എന്ന് പറയുന്ന യൂട്യൂബർ അവരുടെ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു, നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി. കാരണം ഒരു കാലത്ത് രേണു സുധിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും രേണു സുധിക്ക് വേണ്ടി ഒരുപാട് വാദിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന നിമിഷ. എന്നാൽ ഇപ്പം ഈ രേണു സുധി എന്താണെന്നുള്ളത് പച്ചയായി അവർ മനസ്സിലാക്കിയ ശേഷം രേണു സുധിയായിട്ടുള്ള സർവ്വ ഇടപാടുകൾ നിർത്തി അതിനുശേഷം അവരൊരു ലൈവ് വന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായി അറിയിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എനിക്ക് കരഞ്ഞിട്ട് കണ്ണുനീര് പോലും ഒന്നും പോകുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നും രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ കരയും, ഭയങ്കരമായിട്ട് കരയും. കാരണം രേണുവിന്റെ ആ ഒരു വളർച്ച കണ്ടിട്ടേ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയിരിക്കുക. രേണുവിടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കുവാന്ന്. എന്താ ചെയ്യ, എന്നെ കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും. എന്തിനാണ് എനിക്കെതിരെ നിൽക്കാത്തല്ലേ? എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തേ? അയ്യോ, ഒന്നും പറയണ്ട. ഞാൻ ഇത് മനസ്സിലാക്കി ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തൊരു, ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ ഫാമിലി ആയിട്ട് ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തതാണ്. അത്രയും സപ്പോർട്ട് ചെയ്ത് പേഴ്സണലി ഞാൻ അവിടെ ചെന്ന് അറിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും പറയുന്നതിന്റെ ഒറിജിനാലിറ്റി നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അഭിനയമാണെന്ന് നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും. അഭിനയനായിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് മനസ്സിലായത്. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന അന്നത്തെ ആ ഒരു വാർഷികത്തിന് പോയപ്പോഴേ, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ ഈ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ സ്വഭാവം എനിക്കില്ലെത്താ. ഞാൻ ഈ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള പൈസകൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ഞാൻ പലർക്കും ചെയ്യാനുണ്ട്. പിന്നെ എന്റെ സാഹചര്യം മോശമായതുകൊണ്ടാണ് എനിക്ക് ഈ മൈരിനകത്തോട്ട് വന്ന് പെട്ടു പോവേണ്ടി വന്നത്. പിന്നെ അതിൽ നിന്ന് തോറ്റു പോകേണ്ട കാര്യം എനിക്കുണ്ടോ? ഇല്ല. എനിക്ക് എന്റെ മക്കളുണ്ട്, എനിക്ക് അവർക്ക് വരുമാന മാർഗമാണ്. നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവർ ചോദിക്കുന്ന പൈസയാണ് അല്ലേ? നല്ല അതുപോലെ നമ്മളത് ഉണ്ടാക്കുന്നു, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു, നമ്മുടെ കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഫോണിൽ സംസാരിക്കുന്ന, വീഡിയോ കോൾ വിളിക്കുന്നത് ഒന്ന്, അതേപോലെ സംസാരിക്കുമ്പോൾ വേറൊന്ന്. അത് കൂടെ നിൽക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു വിശിഷ്ട ജന്തു ഉണ്ടല്ലോ, ആ ജന്തുവിനും ഇതൊക്കെ അറിയാം കേട്ടാ. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പേര് പറഞ്ഞെന്നും പറഞ്ഞ് ഇനി അത് മതി. അപ്പം ഇവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ, നേരിട്ട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞുള്ള കാര്യങ്ങൾ, അറിവ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുക. പലരും എന്നോട് പറഞ്ഞു, നീ അവിടെ പോകണ്ടായിരുന്നു, നിനക്ക് പോകേണ്ട ആവശ്യമില്ല, നിനക്ക് നാണമില്ലേ അവളെ പുറകെ നടക്കാൻ എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ബുള്ളിങ് ഏറ്റൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു ഏറ്റൊരു വ്യക്തിയായ സ്ഥിതിക്ക് എനിക്കറിയാം ഒരു സോഷ്യൽ മീഡിയ ഒരു പെണ്ണാക്കിടന്ന് അനുഭവിക്കുന്ന ഒരു വേദന. അത് മാത്രമേ ഞാൻ എൻ്റെ മൈൻഡിൽ നോക്കിയുള്ളൂ. ഞങ്ങൾ ഓടി അവിടെ ചെന്ന് ആ സമയത്ത് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത്, അലൻ ജോസിനെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് പോലും ഞാൻ അവിടെ ഒന്നുമില്ല. അവിടെ ഉണ്ടോ പുറത്ത്, ഞാൻ അതിന് മുന്നേ ഞാൻ ഇറങ്ങിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അതിനൊന്നും അങ്ങനെ നിൽക്കുന്നൊന്നും ഒരാളൊന്നുമല്ല. ഞാൻ ഇറങ്ങി എൻ്റെ കാര്യം നോക്കി ഞാൻ വരികയും ചെയ്തു പോയിട്ട്. അത്രയും ചേർത്ത് നന്ദിയില്ല, അത്രയും ചേർത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായത് എനിക്കത് പേഴ്സണലി അത്ര താല്പര്യപ്പെട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ കൊച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞു, കൊണ്ട് നോക്കിക്കോ, നാട്ടുകാർ മൊത്തം നോക്കിക്കോളാൻ പറഞ്ഞു. അവനവൻ്റെ കൊച്ചിനെ ഈ നാട്ടുകാർ മൊത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ എന്തെങ്കിലും സംഭവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ആ നന്ദി നമ്മൾ എപ്പോഴും കാണിക്കണം. അല്ലാതെ അവരെ കെയർ ഓഫിൽ നമ്മൾ ജീവിക്കണമെന്നോ, അല്ലാതെ അവരെ കെയർ ഓഫിൽ നമ്മൾ കിടക്കണമെന്നോ ഒന്നുമല്ല. നമ്മളൊരു വാക്ക് പറയാം, എനിക്ക് കിട്ടിയല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കണം അല്ലേ? അല്ലെ ആ ഒരു വീട് തന്നതിന് ശരിക്കും മൊത്തം പണി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും മൊത്തം പണി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും നമ്മൾ വിളിച്ചു പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒഴിവായി കേസ് ഇട്ട്. അന്ന് തുടങ്ങി ഇവിടെ കുറച്ച് കുലസ്ത്രീകളുണ്ട്, കുലസ്ത്രീകൾ സിന്ദാബാ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്. നടന്നോട്ടെ, നമ്മളെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല. അവരായി അവരുടെ കാര്യമായി, എനിക്ക് എൻ്റെ കാര്യമായി എൻ്റെ കാര്യമായിട്ട് ഞാൻ പോകുന്നു. മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി രേണുവിനെ പറ്റി കുറ്റം പറഞ്ഞ ചേച്ചിയുടെ മെയിൻ പരിപാടി. അയ്യോ, അത് ഒരുപാട് പേരുണ്ട് രേണുവിനെ കുറ്റം പറഞ്ഞ് വിറ്റ് തിന്നുന്ന ആൾക്കാർ. ചേച്ചിനെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട.
ചേച്ചിക്ക് പറയാനുള്ള കാര്യം മാത്രമേ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം ചേച്ചി അതിനകത്ത് ഇടപെട്ടിട്ടില്ല കേട്ടാ. ആരായിട്ട് വരും രേണുവിന്റെ വകയിലെ? കുഞ്ഞമ്മ, സെറ്റപ്പ്, കാമുകൻ, ഫാമിലിപ്പെട്ട ആരെങ്കിലും ആരായിട്ട് വരും എന്ന് പറഞ്ഞു തരുമോ? PR അല്ലാണ്ട് ഭയങ്കര കടുപ്പ് തന്നെ എനിക്ക്. ഭയങ്കര കുശുമ്പ് മൂത്ത് മുരടിച്ചങ്ങ് ഇരിക്കുക. എവിടെ നിന്ന് വരുന്നുണ്ടോ? ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് മൈ ഫാമിലിയുടെ എന്ന് ഷെഫിനത്താതിരിക്കുന്നു. രേണുവിടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കുവാന്ന്. എന്താ ചെയ്യ, എന്നെ കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും. എന്തിനാ എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തേ? അതുകൊണ്ട് മിണ്ടാതെ നീ വെക്കോ. നീയൊക്കെ പൂവിട്ട് പൂജിക്കോ, വളർത്തോ, ഉളർത്തോ, കെട്ടിപ്പിടിക്കോ, ഉമ്മ വെക്കോ, അതൊക്കെ നിന്റെയൊക്കെ ഇഷ്ടം. ആ പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈവിലേക്ക് വരാൻ നിൽക്കണ്ട കേട്ടല്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഒരാളുടെ കാൽച്ചോട്ടിൽ ഒരാളെ ഞാൻ തന്തയും തല്ലാനും പോയിട്ടില്ല, ഒരാളുടെയും കുറ്റത്തിനും ഞാൻ പോയിട്ടില്ല. എനിക്ക് തന്ന ഒരാളുടെ പേരും പറഞ്ഞ് ഞാൻ ആരെയും തെറി വിളിക്കാനും പോയിട്ടില്ല. ഞാൻ നല്ലപോലെ പണിയെടുത്തിട്ട് നല്ലപോലെ ഈ വായിലെ നാക്കും വെച്ചുകൊണ്ട് എൻ്റെ കഴിവും നോക്കിയിട്ട് ഞാൻ നല്ലപോലെ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടല്ല. ഒന്നും പറയാൻ പോകണ്ട. അവർക്കിപ്പോൾ റീച്ചാണ് ലക്ഷ്യമെന്ന് പറയുന്നു. അതെ, വല്ലാത്ത വളർച്ചയാണെന്ന്. അയ്യോ വല്ലാത്ത എൻ്റെ പൊന്നു ചേച്ചിയൊന്നും പറയണ്ട. അതാണ് അപ്പൊ സത്യം. പഴയ ഒരു റീച്ച് ഈ രേണുസുതിക്ക് ഇപ്പൊ ഇല്ല. അതെങ്ങനെയും ഉണ്ടാക്കിയെടുക്കണം. പണ്ട് അവരെ സഹായിച്ചവരും പണ്ട് അവരുടെ കൂട്ടുകാരായിരുന്നവരൊക്കെ ഇപ്പൊ അവരുടെ ശത്രുക്കളാണ്. പുതിയ കുറെ കൂട്ടുകെട്ടുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ടാണ് ഇപ്പം ചങ്ങാത്തവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം. സഹായിച്ചവരെല്ലാം ഒന്നടങ്കം ആക്ഷേപിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ തൊഴിൽ. അപ്പം നന്ദികേട് എന്തായാലും കൂടപ്പിറപ്പാന്നുള്ളത് പണ്ടേ നമുക്കറിയാവുന്ന കേസ് കേട്ടാണ്. അപ്പോൾ എന്നിരുന്നാലും ഇനിയും നമുക്ക് കൂടുതൽ വീഡിയോകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്